ആയില്യം നക്ഷത്രക്കാർക്ക് 2025 ഒരു ഇമോഷണൽ ക്ലീനിങ്സിങ് ഇയർ ആയിരുന്നു. ട്രസ്റ്റ് ചെയ്ത ആളിൽ നിന്നും ഡിസപ്പോയിൻമെൻറ്റ്, റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക്, കരിയറിൽ കൺഫ്യൂഷൻ, ഡിലേ, സ്ലീപ്ലിനെസ് നൈറ്റ്സ്, ഉറക്കമില്ലാത്ത രാത്രികൾ, മെൻ്റൽ പ്രഷർ അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആരുമില്ല എന്നൊരു റിയലൈസേഷൻ നിങ്ങൾ എന്തായാലും 2025 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 2025 നിങ്ങളുടെ ലെസൺ തന്നെ എല്ലാവർക്കും എൻ്റെ ഡെപ്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഇതൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. 2026 അങ്ങനെയൊന്നുമല്ല. കുറച്ച് സൈലൻസിന് ശേഷം നിങ്ങൾക്ക് ഉയരാൻ പറ്റും. ഒരു ഓൾഡ് പെയിന് നിങ്ങൾക്ക് പവറാക്കി മാറ്റാൻ പറ്റും. ഇമോഷണലി മെച്യൂർഡ് ആവും. കരിയർ ഡയറക്ഷൻ്റെ ക്ലാരിറ്റി വരും. തെറ്റായ ആളുകളുടെ നിന്ന് നിങ്ങൾ എന്തായാലും വിട്ടുമാറിയിട്ട് ശരിയായ ആളുകളുടെ അടുത്തേക്ക് പോകും. 2026 ജനുവരിയിൽ മൈൻഡ് കുറച്ച് ഹെവി ആയിരിക്കും. പാസ്റ്റ് മെമ്മറീസ് നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. റിലേഷൻഷിപ്പിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും. നിങ്ങൾക്കൊരു അഡ്വൈസ് ജനുവരിയിൽ തരികയാണെങ്കിൽ ഡിസിഷൻ പോസ്റ്റ്പോൺ ചെയ്യുക. അതായത് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതെന്തായാലും കുറച്ച് നീട്ടി വെക്കുന്നതായിരിക്കും നല്ലത്. ഫെബ്രുവരിയിൽ കരിയറിൽ ക്ലാരിറ്റി സ്റ്റാർട്ടാവും. ഒരു അൺഎക്സ്പെക്റ്റഡ് മെസ്സേജോ കോൾ എന്തായാലും വരും. ഒരു ഓൾഡ് കണക്ഷൻ റീഅപ്പിയർ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. മാർച്ച് മാസത്തിൽ മണി കുറച്ച് സ്ലോലി ഇമ്പ്രൂവ് ആവും. സ്ട്രെസ്സ് കുറച്ച് അപ്പോൾ റെഡ്യൂസ് ആവും.